അങ്ങയെ ആശ്രയിക്കുന്നവരാരും ഒരിക്കലും നിരാശരാവുകയില്ല. അങ്ങ് എൻ്റെ ദൈവവും രക്ഷകനുമാകുന്നു. ഞാനെപ്പോഴും അങ്ങയിൽ ശരണപ്പെടുന്നു. എൻ്റെ ചെറുപ്പകാലത്തെ പാപങ്ങൾ മറന്ന് കരുണപൂർവ്വം എന്നെ കടാക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തെ പ്രതി എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. മൃതിയുടെ തടവിൽ കഴിയുന്നു നാം, ഇരുളിരുമറയിൽ കുഴയുന്നു നാം. മനസ്സ് വരുന്നിൽ എങ്കിലും ഉലകിൽ പിടികൾ വിടത്താം എത്ര വിചിത്രം. പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നീതിമാനായ ദൈവമേ, ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് പ്രാർത്ഥനകളാലും സൽകൃത്യങ്ങളാലും അങ്ങേ പ്രസാദിപ്പിച്ച സഹോദരിയുടെ പാപങ്ങളെല്ലാം പുറത്ത് വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് സഹോദരിയെ സ്വീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഭൂമിയിൽ അങ്ങേ തിരുനാമം കീർത്തിച്ചവരെ കർത്താവേ, നിത്യപിതാവിൻ സന്നിധിയിൽ ചേർത്തു കിരീടം ചാർത്തണമേ. ദിവ്യസ്വരത്താൽ നവജീവൻ ലാസറിനരുളിയ സകലേശ, മൃതരാശബ്ദം കേൾക്കട്ടെ, പുതിയൊരു ജീവൻ പുണരട്ടെ. ദൈവം കനിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ, അവിടുന്ന് നമ്മിൽ പ്രസാദിക്കുകയും ചെയ്യട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷപൂർവ്വം പുകഴ്ത്തുകയും ചെയ്യട്ടെ. ജാതിരെല്ലാം അങ്ങയെ സ്തുതിക്കട്ടെ, ജനതകൾ അങ്ങയെ പുകഴ്ത്തട്ടെ. പേജ് 96 വീട്ടിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ഇവിടെ നമ്മൾ നടത്തുകയാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രസാദം ഞങ്ങളിൽ നിന്ന് വസിക്കുമാറാകട്ടെ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയട്ടെ. ഉയർപ്പുള്ള പ്രത്യാശയോടെ മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരിക്ക് നിത്യജീവിതം കൽപ്പിച്ചരുളയണമേ. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. പാപികളെ വിശുദ്ധീകരിക്കുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്നവനുമായ ദൈവമേ, ഞങ്ങളുടെ സഹോദരിയുടെ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കണമേ. ജീവന്റെ മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നരനായുലകിൽ വന്നു പിറന്നാൽ മൃതിദാനന്ത്യം പരിപാവനമാം ഈശ്വരവിധിയാ ഒഴിവില്ലാർക്കും. മൃതിദാനന്ത്യം പരിപാവനമാം ഈശ്വരവിധിയാ ഒഴിവില്ലാർക്കും. തനയിൽ നിന്നും താതനെ മരണം ദൂരെ അകറ്റും. നിർദ്ദയമൊരു അമ്മയിൽ നിന്നും മകനെ അകറ്റും.
കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കൈക്കൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് പ്രതി കൊടുക്കണമേ. നിഷ്കളങ്കനായ ആബേലിൻ്റെയും പുണ്യചരിതനായ നോഹിൻ്റെയും അങ്ങനെ വിശ്വാസമർപ്പിച്ച അബ്രാഹത്തിൻ്റെയും വിലയേറിയ കാഴ്ചകൾ പോലെ ഞങ്ങളുടെ എളിയ കാഴ്ചകൾ അങ്ങ് സ്വീകരിക്കണമേ. ഈ കുടുംബത്തിലെ അംഗങ്ങളുടെയും അവരുടെ ബന്ധുമിത്രാദികളുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ഇവിടെ നിന്ന് മരിച്ചുപോയ അമ്മച്ചിയുടെ ആത്മാവിന് നിത്യാശ്വാസം നൽകുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും കാഴ്ച സമർപ്പിക്കാനുള്ള സമയമാണ്, അതുപോലെ കുരിശ് മുത്താനുള്ള സമയമാണ്. എല്ലാവരും ലൈനായിട്ട് വരിക. ഇവിടെ നേർച്ചയും വച്ചിട്ടുണ്ട്. നേർച്ചയും സ്വീകരിച്ചതിന് ശേഷം നമുക്ക് പുറത്തേക്ക് പോകാം.